ഇതാണ് കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ഒരു ഐറ്റമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണൂർ മാത്രം കിട്ടുന്ന ആ സ്പെഷ്യൽ ഐറ്റം അൽസ. ബിരിയാണിയൊക്കെ വിളമ്പുന്നതിൻ്റെ തൊട്ട് മുൻപേ മുസ്ലിം കല്യാണ വീടുകളിൽ വിളമ്പുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ അൽസ എന്ന് പറഞ്ഞ സാധനം. ഗോതമ്പും ചിക്കനും പശുനെയ്യും വറുത്തണ്ടിപ്പരിപ്പും ഫ്രൈഡ് അണിയനും പിന്നെ അവസാനം പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് ഇളക്കിയിട്ട് വേണം ഈ സാധനം കഴിക്കാൻ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ചില ആളുകൾക്ക് ഇത് വലിയ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ അൽസ കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ചെറുങ്ങനെ ഒന്ന് മത്താവും നമുക്ക്. എന്നിട്ട് ആ മത്തോട് കൂടിയിട്ട് വേണം ബിരിയാണി കഴിക്കാൻ. അപ്പോഴാണ് ആ ബിരിയാണീൻ്റെ ഒരു യഥാർത്ഥ അത് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടുന്ന് അടുത്ത ഐറ്റം ഓർഡർ ചെയ്തു. അതാണ് ഈ കാണുന്ന ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ബിരിയാണിയും അതിൻ്റെ കൂടെ ഇടക്കിടക്ക് കഴിക്കാനായിട്ടുള്ള ഈ ബീഫ് ഫ്രൈയും. എന്നാൽ പിന്നെ മെല്ലെ തുടങ്ങട്ടെ. അപ്പോൾ ആ ബിരിയാണി വിളമ്പിയ മംഗലപ്പുരക്കെല്ലാം വിളമ്പുന്ന പോലത്തെ ആ സോസർ പോലത്തെ പാത്രത്തിൽ നിന്ന് ബിരിയാണി പതുക്കെ എൻ്റെ പ്ലേറ്റിലോട്ടേക്ക് അങ്ങോട്ട് തട്ടിയേട്ടാ. വാഴയിലേനും വേണ്ടേ, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മണെല്ലാം കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ആ പ്ലേറ്റേ ഉള്ളൂ, അതുകൊണ്ട് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടി. ബിരിയാണി കഴിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ഞാൻ ബിരിയാണി കഴിക്കാൻ ശ്രമിക്കാറ്. ആദ്യം കുറച്ച് ബിരിയാണി റൈസും മസാലയും കൂടെ നല്ലോണം ഇങ്ങനെ ബ്ലെൻഡ് ആക്കണം. എന്നിട്ട് വേണം വാരി എടുത്തിട്ട് കഴിക്കാൻ. അതിന് ശേഷം ചെറിയൊരു കഷ്ണം ബീഫിൻ്റെ പീസ് ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുത്ത് ആ ബീഫിൻ്റെ ടെക്സ്ചർ ഉണ്ട് നിങ്ങൾ കുറച്ചൊരു ചൂയി ടൈപ്പ് ആയിരുന്നു ബീഫ്. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നില്ല, എന്നാലും അത്യാവശ്യം സോഫ്റ്റ് നേനും കേട്ടോ. അങ്ങനെ ആ ബീഫിൻ്റെ പീസ് ഇങ്ങോട്ടെടുത്ത് അത് ഈ റൈസിൻ്റെ ഇടയിൽ വെക്കുക. എന്നിട്ട് കുറച്ച് മസാലയും കൂടെ ചേർത്തിട്ട് ആ ബിരിയാണി റൈസും പീസും മസാലയും എല്ലാം കൂടി ഇങ്ങനെ വാരി എടുത്തിട്ട് കണ്ണോടിയിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് ആ ബിരിയാണീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം തൈര് സലാഡും പിന്നെ അച്ചാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അച്ചാറും കൂട്ടിയിട്ട് ബിരിയാണി റൈസ് കൊടുക്കുക. ബീഫിൻ്റെ പീസ് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അത് ബിരിയാണി റൈസിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക. ഈ ബിരിയാണി കുഴപ്പമില്ല, പക്ഷേ കുറച്ചൊരു പുളിപ്പ് അധികമുള്ള പോലെ എനിക്ക് എവിടേക്കോ തോന്നി. പിന്നെ ആകെ മൊത്തത്തിൽ ഈ ബീഫും മസാലയും റൈസും തമ്മിൽ കുറച്ചും കൂടെ ഒന്ന് സെറ്റാവാനുള്ള പോലെയും തോന്നിനെ. അതിന് ശേഷം ആ ബീഫ് ഫ്രൈ ഇല്ലേ, അതിൽ ശേഷം ആ ബിരിയാണീൻ്റെ സൈഡിലേക്കാണ് തട്ടിയത്. എന്നിട്ട് ബീഫിൽ നിന്നൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കി. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചെറിയ ഹോട്ടലിലെല്ലാം കഴിക്കുന്ന മറ്റേ പൊറോട്ടയും ബീഫും ചായയെല്ലാം കുടിക്കുന്ന അങ്ങനത്തെ ഹോട്ടലില്ലേ, ആ ഹോട്ടലിലുള്ള ബീഫിൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റാണ് തോന്നിയത്. അപ്പോൾ അതും ബിരിയാണീൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടെല്ലാം കഴിച്ചിന്. ബിരിയാണി കുറച്ചുകൂടെ സെറ്റ് ആവാനുണ്ട്, പക്ഷേ ബീഫ് വാസ് ഗുഡ്. അങ്ങനെ മൊബൈലെല്ലാം നോക്കിയിട്ട് ബീഫ് ബിരിയാണിയും ബീഫ് ഫ്രൈ എല്ലാം കഴിച്ച ശേഷം നെക്സ്റ്റ് ഐറ്റം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മംഗല ചിക്കൻ ബിരിയാണിയാണ്. 230 രൂപയാണ് ബീഫ് ബിരിയാണീൻ്റെ റേറ്റ്. ചിക്കൻ ബിരിയാണിക്ക് 220 രൂപ. പണ്ടെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2 ബിരിയാണി ഒരുമിച്ച് കഴിക്കലുണ്ട്. പിന്നെ ഈയിടെയായിട്ട് 2 ഒരുമിച്ച് കഴിക്കുന്നത് ലേശം കുറച്ചിന്. അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് 2 ഒരുമിച്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി. ഒരു ലെഗ് പീസുണ്ട്, പിന്നെ ഒരു മറ്റേ പീസുണ്ട്. ലഗോണാണ് ചിക്കൻ. അപ്പോൾ നമ്മൾ സ്ഥിരം രീതിയിൽ കുറച്ച് റൈസ് മാത്രം കുഴച്ച് കഴിച്ച് അതിന് ശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് ബിരിയാണി റൈസിനൂടെ ചേർത്ത് കുഴച്ചിട്ടെല്ലാം കഴിച്ച് നോക്കിനെ. റൈസും ബിരിയാണി, അതായത് ബിരിയാണി റൈസും ചിക്കനും മസാലയും തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശമുണ്ടല്ലോ, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ഒന്ന് സെറ്റാവാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ബ്ലെൻഡായിട്ട് അങ്ങോട്ട് ഇഴകി ചേരാനുണ്ട് എന്നാണ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. റൈസിൻ്റെ ഫ്ലേവർ കുഴപ്പമില്ല, പക്ഷെ എന്നാൽ ആകെ മൊത്തത്തിൽ എന്തോ എവിടെയോ ചെറിയൊരു കുറവ് പോലെ തോന്നി. അങ്ങനെ ചിക്കൻ ബിരിയാണിയും എല്ലാം കഴിച്ച് കേട്ടോ. 220 റുപ്യാണ് ചിക്കൻ ബിരിയാണീൻ്റെ റേറ്റ്. അൽസക്ക് 55 റുപ്യാണേ. ബീഫിന് 120 റുപ്യ. ഇതാണ് ഇവിടുത്തെ മെനു. അവസാനം അൺലിമിറ്റഡ് ഇതുമുണ്ട്, കട്ടൻ ചായയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ താണക്കുന്ന് ധനലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴുള്ള ഈ കണ്ണൂർ ടൗൺ ബാങ്കില്ലേ, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു EV ചാർജിങ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് അതിൻ്റെ പാർക്കിംഗ് എല്ലാം വരുന്നത്. അങ്ങനെ അവിടുന്ന് ബിരിയാണി കഴിച്ച് പിന്നെ കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു വല്ലാത്ത മധുരം കഴിക്കാനുള്ള ചെറിയൊരു ക്രേവിങ്. അപ്പോൾ അങ്ങനെ ഞാൻ പുതിയൊരു സ്പോട്ടിലേക്ക് വിട്ടു. ഇത് കണ്ണൂർ ചാലാട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഐസിൻ്റെ ഷോപ്പാണ്. അവിടെ പോയിട്ട് അവോക്കാഡോ ചോക്ലേറ്റ് മിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കഴിച്ച്. അതിന് ശേഷം ഒരു ബ്രൗണി, ന്യൂട്ടല്ല ബ്രൗണി ഓർഡർ ചെയ്ത് ഇത് ഭയങ്കര അഭിപ്രായം എടുത്ത് ഇത് കഴിച്ച് നോക്കി. ഇത് ഒരു ആവറേജ് ആയിട്ട് തോന്നി, പക്ഷേ മറ്റേ അവോക്കാഡോൻ്റെ ഐറ്റം അടിപൊളിയാണ്. പിന്നെ ഒരു ചോക്കോ കോഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കഴിച്ചു, ഒരു ഐസ്. ഇതും ഉക്രനേനും ടേസ്റ്റ്. ഈയിടെയായിട്ട് മധുരം കഴിക്കുന്നത് ഞാൻ വളരെ കുറവാണ്, പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ ഈ ഡയറ്റ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. അന്നേ ദിവസവും ഞാൻ നല്ലോണം കഴിക്കും. അങ്ങനെ ഒരു ദിവസവും കൂടി ആയിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ ബ്രൗണീൻ്റെ മേലെ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ബേസ്ഡ് ഐസ് വെച്ച് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് സിറപ്പെല്ലാം വെച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, അതും കഴിച്ചില്ല. അതെല്ലാം കഴിച്ചാൽ നല്ല മത്തായി കേട്ടോ. അപ്പോൾ ആ മത്തിനെ ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 സ്പെഷ്യൽ കുൽഫി ഉണ്ട്, അതും കഴിച്ച് നോക്കി.
അതൊന്ന് മൈസൂർ പാക്കിൻ്റെ കുൽഫിയാണ്, ഒന്ന് ക്യാരറ്റ് ഹൽവേൻ്റെ കുൽഫിയാണ്. അങ്ങനെ അതിന് ശേഷം അവസാനം ഓൻ എന്നോട് ചോദിച്ചു, നമ്മളെ കുനാഫ കുൽഫി ഇവിടുന്ന് ഭയങ്കര ഇഷ്ടമാണ് കുറേ ആൾക്കാർക്ക്, ലേഡീസിനല്ലോ, അപ്പോൾ അത് നിങ്ങൾ കഴിച്ച് നോക്കുന്നു. ഞാൻ പറഞ്ഞാൽ പിന്നെ അതും നോക്കാം. അങ്ങനെ അതും കഴിച്ച്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ ചാലാടാണ്. ചാലാട് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, അതിൻ്റെ തൊട്ട് സൈഡിലുള്ളതാണ് ഈ ഹിമയുഗ് എന്ന് പറഞ്ഞ സ്പോട്ടാണ്. അവിടുത്തെ ഒരു ഐസിലും പാല് ചേർക്കുന്നില്ല, പകരം തേങ്ങാപ്പാലാണ് പോലെ. പിന്നെ രാത്രി ഞാൻ ലൈറ്റായിട്ട് ദാലും നെയ്ച്ചോറും കഴിച്ചത്. പിന്നെ അവസാനം നമ്മളെ സിറ്റിയിലുള്ള പാലമടമില്ലേ, അവിടെ പോയിട്ടൊരു ചായ കുടിച്ച്. പിന്നെ നമ്മളെ കണ്ണൂർ സിറ്റി സെൻറ്ററിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള നാടൻ ഷവർമയിൽ പോയിട്ട് ഒരു ഷവർമയും കഴിച്ച്, മയോണൈസ് ഒന്നും ആക്കാണ്ട്. എൻ്റെ രീതിയിലുള്ളൊരു സാധനം ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ശരി.